ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനാമിക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഞാനൊരു 4th സെമസ്റ്റർ B.Pharm സ്റ്റുഡൻ്റ് ആണ്. ഒരു 2-3 മാസം മുന്നേ ഞാനിട്ട് 2 റീൽസ് നല്ലോണം വ്യൂസ് കയറിയായിരുന്നു. അത് രണ്ടും B.Pharmനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അതിനുശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ DMസും ക്വസ്റ്റ്യൻസും B.Pharm ഇപ്പോൾ ചേരാൻ നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നായിരുന്നു. എക്സ്പെഷ്യലി ഫസ്റ്റ് സെം B.Pharm എങ്ങനെ പഠിക്കാമെന്നായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. ചില ആൾക്കാർക്ക് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പേരായിട്ട് പ്രോമിസ് ചെയ്തിരുന്നു ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന്. സോ അതാണ് ഈ വീഡിയോ. നിങ്ങളിൽ ചില ആൾക്കാരെങ്കിലും B.Pharm ആരെങ്കിലും നിർബന്ധിച്ചിട്ടായിരിക്കും എടുത്തിട്ടുള്ളത്. പാരൻസ് ആവാം, കസിൻസ് ആവാം, വേറെ ആരെങ്കിലും ആവാം. ബാക്കിയുള്ളവർ നീറ്റ് കിട്ടാഞ്ഞിട്ട് B.Pharm എടുത്തിട്ടുള്ള ആൾക്കാർ കാണും. എന്നാൽ B.Pharm ഇഷ്ടപ്പെട്ടിട്ട് B.Pharm പഠിക്കാനായിട്ട് എടുത്ത ആൾക്കാരും കാണും. നിങ്ങൾ ഏത് രീതിയിൽ എടുത്ത ആൾക്കാരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളിപ്പോൾ വന്നിട്ടുള്ള ഫീൽഡ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. മരുന്നുകൾ ഉപയോഗിക്കാത്തതായിട്ട് ഇപ്പോൾ ആരുമില്ല. അപ്പോൾ ഈ ഓരോ മരുന്നിൻ്റെയും സേഫ്റ്റി, എഫിക്കസി, ക്വാളിറ്റി എല്ലാം ഉറപ്പ് വരുത്തേണ്ടത് നമ്മൾ ഫാർമസി സ്റ്റുഡൻസും ഫാർമസിസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഓരോ ഇൻഫർമേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അവിടെയാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് വരുന്നത്. B.Pharmലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്താനായിട്ട് ഒരു ടോപ്പിക്കും ഇല്ല. നമ്മൾ പഠിക്കുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ടോപ്പിക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചേ പറ്റത്തുള്ളൂ. ചില ടോപ്പിക്സ് നല്ലോണം പഠിച്ചിട്ട് ബാക്കിയുള്ള ടോപ്പിക്സ് കളയാൻ പറ്റത്തില്ല. എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ 2 കാര്യം ഷുവർ ആയിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെം ആണല്ലോ, സിലബസിന്റെ കോപ്പി എന്തായാലും നിങ്ങൾ എടുത്ത് കയ്യിൽ തന്നെ വച്ചിരിക്കണം. അത് എവിടെ നിന്നാണ് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് ഗൂഗിളിൽ ചെന്നിട്ട് കുഹാസ് B.Pharm സിലബസ് എന്ന് അടിച്ചാൽ കിട്ടും. ആ ലിങ്കിൽ കയറി നോക്കിയാൽ മതി. സിലബസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, പ്രിന്റും എടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, ലൈബ്രറി കാർഡ് അല്ലെങ്കിൽ ലൈബ്രറി മെമ്പർഷിപ്പ് നിങ്ങൾ എന്തായാലും എടുത്തിരിക്കണം. B.Pharm എന്ന് പറഞ്ഞാൽ വളരെ കണ്ടന്റ് ഹെവി ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഒരുപാട് റെഫറൻസ് ടെക്സ്റ്റ് ഉണ്ട്. ഞാനൊക്കെ ഈ കോഴ്സിന് കയറിയപ്പോൾ എൻ്റെ ഓരോ ടീച്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ റെഫർ ചെയ്ത് തന്നെ പഠിക്കണമെന്ന്. സിലബസ് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആ സിലബസ് ഒന്ന് വായിച്ചു നോക്കണം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും മുന്നിൽ സ്കോപ്പ് എന്നും ഒബ്ജക്റ്റീവ് എന്നും പറഞ്ഞ 2 പോർഷൻസ് ഉണ്ട്. നമ്മൾ എന്തിനാണ് ആ സബ്ജക്ട്സ് പഠിക്കുന്നതെന്നാണ് ആ 2 പോർഷനിലും പറയുന്നത്. അത് നിങ്ങൾ വായിച്ചിരിക്കണം. അപ്പോഴാണ് നമുക്കൊരു ബിഗർ പിക്ചർ കിട്ടുന്നത്. +1 +2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് പഠിച്ചത്. മുമ്പ് ചോദിച്ചിട്ടുള്ളതേ ചോദിക്കുള്ളൂ എന്നൊരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. പക്ഷെ B.Pharm അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനാ എടുത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. എത്ര മാർക്കിന് എങ്ങനെയൊക്കെ സ്ട്രക്ചറലി ആൻസർ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രിന്റ് എടുത്ത് വെക്കുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ആദ്യം തന്നെ പറഞ്ഞേ മതിയാവൂ. മിക്കുള്ള ആൾക്കാരും നിങ്ങൾ സീനിയേഴ്സിൻ്റെ കൂടെയൊക്കെ ചോദിക്കുമ്പോൾ B.Pharm പാടാണോ, എന്നും പഠിക്കേണ്ടി വരുമോ, അതെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുമായിരിക്കും അത്രയ്ക്ക് ചില ആൾക്കാർ പറയുമ്പോൾ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും എക്സാമിൻ്റെ തലേന്നൊക്കെ പഠിച്ച് ജയിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ചോദിക്കുന്നത്, ചേച്ചി ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എന്നെക്കൊണ്ട് പറ്റുമോ B.Pharm പഠിക്കാൻ എന്നാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്ന്. അപ്പോൾ നിങ്ങൾ ഈ ആൾക്കാർ പറയും പോലെ തലേ ദിവസം മാത്രം പഠിച്ചാൽ ജയിക്കാൻ പറ്റും എന്നുള്ള രീതി മനസ്സിലാക്കിയാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ തലേ ദിവസം പഠിച്ച് ജയിക്കാൻ കഴിവുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് തലേ ദിവസം വായിക്കുമ്പോഴേ അത്രയ്ക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് അത് പറ്റണമെന്നില്ല. എന്നെ കൊണ്ട് ഒരിക്കലും തലേ ദിവസം പഠിച്ചിട്ട് ഒരു എക്സാമും പാസ്സാവാൻ പറ്റത്തില്ല. എനിക്ക് റെഗുലർ ആൻഡ് റിപ്പീറ്റഡ് സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാവാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ അത് കേട്ടിട്ട് ഒരിക്കലും കുന്നുകൂട്ടി വെച്ചേക്കരുത്. റെഗുലർലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ, ദിവസവും പഠിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പക്ഷെ ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഒരാഴ്ച തരുന്ന ടോപ്പിക്ക് ആ ആഴ്ച തന്നെ കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പരീക്ഷയ്ക്ക് മുന്നേ എക്സാമിൻ്റെ തലേ ദിവസം ആയിരിക്കരുത് നമ്മളത് ആദ്യമായിട്ട് കാണുന്നത്. B.Pharm എന്ന് പറഞ്ഞാൽ വളരെ കണ്ടന്റ് ഹെവി ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതായത് കുറച്ച് സമയം കൊണ്ട് ഒത്തിരി പോർഷൻസ് നമ്മൾ പഠിച്ചെടുക്കണം. ഫസ്റ്റ് സെം ആണ് B.Pharmലെ ഏറ്റവും എളുപ്പമുള്ള സെം. അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. ഇപ്പം നിങ്ങൾക്ക് ഇത് ഏറ്റവും പാടുള്ള സെമ്മായിട്ട് തോന്നും. പക്ഷേ സെക്കൻഡ് സെമ്മും തേർഡ് സെമ്മും അങ്ങനെ മുന്നോട്ടുള്ള സെമ്മുകളെല്ലാം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് സെമ്മായിരുന്നു ഏറ്റവും എളുപ്പമുള്ള സെമ്മെന്ന്. ഇനി ഞാൻ സബ്ജക്ട്സിൻ്റെ കാര്യം പറയാം. നിങ്ങൾക്ക് 4 യൂണിവേഴ്സിറ്റി സബ്ജക്റ്റും 1 നോൺ യൂണിവേഴ്സിറ്റി സബ്ജക്റ്റും 2 റെമഡിയൽ സബ്ജക്ട്സും ആണ് ഉള്ളത്. ഈ 4 യൂണിവേഴ്സിറ്റി സബ്ജക്റ്റ് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഓർഗാനിക് കെമിസ്ട്രി. പിന്നെ നോൺ യൂണിവേഴ്സിറ്റി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, റെമഡിയൽ ആയിട്ട് ബയോളജി ആൻഡ് മാത്സ്.
ഈ റെമഡിയൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ +1 +2 ബയോളജി എടുക്കാത്ത ആൾക്കാർ കാണും, മാത്സ് എടുക്കാത്ത ആൾക്കാർ കാണും. അപ്പോൾ ഇവർക്ക് കുറച്ച് മാത്സും കുറച്ച് ബയോളജി എന്തായാലും വേണം, പക്ഷെ കുറച്ച് മാത്സും കാൽക്കുലേഷൻസും അറിഞ്ഞാലേ നമുക്ക് ഡോസിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് റെമഡിയൽ ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിനി ഓരോ സബ്ജക്റ്റ് ആയിട്ട് പറയാം. ഫസ്റ്റ് നമ്മളെ സബ്ജക്റ്റ് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി. പേര് പോലെ നമ്മളെ സെല്ല് മുതൽ കോംപ്ലക്സ് ഓർഗൻസ് വരെയാണ് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ പഠിക്കാൻ പോകുന്നത്. എല്ലാ സബ്ജക്ട്സിന്റെയും അവസാനം സിലബസിൽ തന്നെ റെഫറൻസ് ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റെഫറൻസ് ടെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന് പറഞ്ഞ് ടൊട്ടോറയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ റോസ് ആൻഡ് വിൽസൺ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റും ഉണ്ട്. ടൊട്ടോറ കുറച്ച് വലിയ കട്ടിയുള്ള ബുക്കാണ്, അതിൽ എല്ലാ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എടുത്ത് പഠിക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പം റോസ് ആൻഡ് വിൽസൺ ആണ്. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫിഗർ ഇല്ലാണ്ട് നമുക്ക് ആ സിസ്റ്റം നേരെ പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഏറ്റവും വിഷ്വൽ ആയിട്ടുള്ള രീതിയിൽ പഠിക്കുന്നതാണ് നല്ലത്. ഞാനൊക്കെ പഠിച്ച സമയത്ത് ഓരോ ടോപ്പിക്കിലും എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് ഞാൻ എണ്ണി ആലോചിച്ച് വെച്ച് പഠിക്കുമായിരുന്നു. നിങ്ങൾ ഇതിൽ ഒരു സബ്ജക്റ്റും കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കരുത്. ഏതെങ്കിലും ഒരു പോർഷൻ ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു വേർഡ് വരെ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ആരുടെടുത്തെങ്കിലും ചോദിക്കണം. ChatGPT അടുത്ത് ചോദിച്ചാലും മതി. പക്ഷെ മനസ്സിലാക്കാതെ ആ വേർഡ് അങ്ങനെ കാണാതെ പഠിച്ചിട്ട് ബാക്കിയുള്ളത് പഠിക്കാൻ നിൽക്കരുത്. അടുത്ത സബ്ജക്റ്റ് ആണ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഡ്രഗിന്റെയും സേഫ്റ്റി, എഫിക്കസി ആൻഡ് ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അനാലിസിസ് നമ്മൾ എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റിന്റെ അകത്തും എത്രത്തോളം ആക്റ്റീവ്, അതായത് നമുക്ക് ഉപയോഗമുള്ള എത്ര കണ്ടന്റ് ഉണ്ട്, എക്സിപിയൻസ് എത്രയുണ്ട്, അതിന്റെ പ്യൂരിറ്റി എത്രയാണ്. അനാലിസിസിലും ഇനോർഗാനിക്കലും ലിമിറ്റ് ടെസ്റ്റ് നമ്മൾ പഠിക്കാറുണ്ട്. അനാലിസിസിന്റെ റെഫറൻസ് ടെക്സ്റ്റ് നെപ്പോളിയൻ എന്ന് പറയുന്ന ഒരു ഓതറിന്റെ ടെക്സ്റ്റ് ഉണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് റെഫറൻസ് ടെക്സ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ആ ടെക്സ്റ്റ് നോക്കിയിട്ടില്ല, നമുക്ക് നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വോഗൽ എന്ന് പറയുന്ന ഒരു ഓതറിന്റെ ടെക്സ്റ്റ് ഉണ്ട്. അതിലാണ് കറക്റ്റ് ഗ്രാഫ്സും എല്ലാം കൃത്യമായിട്ടുള്ളത്. നമ്മൾ +1 +2 പഠിച്ച പോലെ തന്നെ ടൈട്രേഷൻ ആണ്. പക്ഷേ അവിടെ പഠിച്ച പോലെ ജസ്റ്റ് കളർ ചേഞ്ച് അല്ല നമ്മൾ പഠിക്കുന്നത്. ഓരോന്നിന്റെ മോളിക്കുലർ സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്നുണ്ട്. എത്ര അളവിൽ, കൃത്യം മോളിക്കുലർ ലെവലിൽ എത്ര അളവിൽ ഒഴിച്ചാലാണ് നമ്മൾ ടൈട്രേഷൻ നടക്കുക, അസേ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അവസാനത്തെ ഒരു യൂണിറ്റ് കണ്ടക്ടിവിറ്റി, പോളറിമെട്രി. ഇതെല്ലാം ഞാൻ രവിശങ്കർ എന്ന് പറയുന്ന ഒരു ഓതറിന്റെ ടെക്സ്റ്റിൽ നോക്കിയിട്ടാണ് പഠിച്ചത്. അതിൽ കൃത്യമായിട്ടുണ്ട്, അതിൽ കിടക്കണം അതേപോലെ പഠിച്ചാൽ മതി. അനാലിസിസിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ടോപ്പിക്കും പഠിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കണം. കാരണം ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഫസ്റ്റ് അനാലിസിസ് ഇന്റേണൽ എക്സാം എഴുതിയ സമയത്ത് ഞാൻ എക്സാം എഴുതിയിട്ട് ഒരുപാട് സന്തോഷിച്ചു. കാരണം എക്സാം വളരെ എളുപ്പമായിരുന്നു, ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ മാർക്ക് വന്നപ്പോഴാണ് എൻ്റെ മാം എന്നോട് പറഞ്ഞത് ഇന്ന പോയിന്റ്സ് അനാമിക എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഓരോ പോയിന്റിനും ഇത്ര മാർക്ക് വെച്ചാണ് കുറയുന്നത്. പോയിന്റ്സ് ഉണ്ടോ അതിനേ മാർക്കുള്ളൂ, അല്ലാണ്ട് നമ്മൾ എഴുതിയ വോളിയത്തിന് മാർക്ക് തരാൻ പോകുന്നില്ല. അനാലിസിസിൽ കെമിക്കൽ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലക്സോമെട്രിയിൽ പഠിക്കുമ്പോഴും നമ്മൾ ഓരോ കോംപ്ലക്സ് ഫോർമേഷൻ എല്ലാം നമ്മൾ എഴുതണം. അതേപോലെ എല്ലാ ഇക്വേഷനും എഴുതുമ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ഇക്വേഷൻ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, HCl + NaOH gives H2O + NaCl ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇതിന്റെ എല്ലാത്തിന്റെയും താഴെ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, NaOH സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൽ എഴുതിയിരിക്കണം. എന്നാലേ ഫുൾ മാർക്ക് ഇക്വേഷൻസിന് കിട്ടുള്ളൂ. അനാലിസിസ് ലാബാണ് ബിഫാമിലെ ഏറ്റവും എളുപ്പമുള്ള ലാബ്. കാരണം ഒന്നും ചെയ്യാനില്ല, പക്ഷെ പ്രിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമ്മൾ അസേ അല്ലെങ്കിൽ ടൈട്രേഷൻ ഫുള്ള് തെറ്റും. അടുത്ത സബ്ജക്റ്റ് ആണ് ഫാർമസ്യൂട്ടിക്സ്. ഈ ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പാടായിട്ട് തോന്നാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫാർമസ്യൂട്ടിക്സ്. നമ്മൾ ഫാർമസ്യൂട്ടിക്സിന്റെ റെഫറൻസ് ടെക്സ്റ്റ് RM മെഹത്തയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ മിക്കുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ലിക്വിഡ് ഡോസേജ് ഫോമും ഹിസ്റ്ററി ഓഫ് ഫാർമസ്യൂട്ടിക്സും മാത്രം RM മെഹത്തയിൽ ഇല്ല. അത് ഏതെങ്കിലും സെം ടെക്സ്റ്റ് വെച്ചിട്ട് പഠിക്കേണ്ടി വരും. വേറൊരു റെഫറൻസ് ടെക്സ്റ്റും, സത്യം പറഞ്ഞാൽ സെം ടെക്സ്റ്റും RM മെഹത്തയില്ലാതെ വേറൊരു റെഫറൻസ് ടെക്സ്റ്റും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. സ്യൂട്ടിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഓരോ ഡോസേജ് ഫോംസ് ആണ്, പ്രിസ്ക്രിപ്ഷൻ, പോസോളജി, പിന്നെ കുറച്ച് ഹിസ്റ്ററിയും പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഡോസ് കാൽക്കുലേഷൻ പഠിക്കാനുണ്ട്. അവിടെയാണ് നമുക്ക് കുറച്ച് മാത്സിന്റെ ആവശ്യം വരുന്നത്. പിന്നെ ഇൻകോമ്പാക്റ്റബിലിറ്റീസ് പഠിക്കാനുണ്ട്. ഈ സ്യൂട്ടിക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം പറയാം. നമ്മൾ സെമിനാർ എടുക്കത്തില്ലേ ക്ലാസ്സിൽ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ടീച്ചേഴ്സ് പഠിപ്പിച്ചില്ലല്ലോ ഈ ടോപ്പിക്ക്, അപ്പൊ ഇത് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കത്തില്ല. അല്ല, ടീച്ചേഴ്സ് പഠിപ്പിച്ചില്ലെങ്കിലും ആ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സെമിനാർ എടുത്ത ഒരു ടോപ്പിക്കാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് 10 മാർക്കിന് വന്നത്. എൻ്റെ കൂടെയുള്ള സ്റ്റുഡൻസ് ആരും അത് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ടില്ലായിരുന്നു. അവർ പ്രതീക്ഷിക്കാതെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിപ്പോയി. പക്ഷെ ഞാൻ സെമിനാർ എടുത്ത ടോപ്പിക്കായതുകൊണ്ട് എനിക്ക് ആ സമയത്ത് അത് ഓർമ്മയുണ്ടായിരുന്നു.
അതുകൊണ്ട് നിങ്ങൾ സെമിനാർ എടുത്ത ടോപ്പിക് സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും പഠിച്ചിട്ടേ യൂണിവേഴ്സിറ്റി എക്സാമിന് പോകത്തുള്ളൂ. നിങ്ങൾ സിലബസ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം, ഏതൊക്കെ ടോപ്പിക്ക് കവറായി, ഇനി ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ. നിങ്ങൾ ഈ സെമ്മിൽ പഠിക്കുന്നതൊന്നും മറക്കാനായിട്ടായിരിക്കില്ല നിങ്ങൾ പഠിക്കുന്നത്. കാരണം ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്ന ഇമൾഷനും സസ്പെൻഷനും ഫോർത്ത് സെമ്മിൽ എനിക്കിപ്പോൾ ഇമൾഷനും സസ്പെൻഷനും കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ സർഫാക്റ്റൻസ്, എക്സിപിയൻസ് ഒക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ സ്യൂട്ടിക്സ് നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്ത് പഠിക്കണം. അടുത്തത് ഇനോർഗാനിക് കെമിസ്ട്രി. നമുക്ക് 2 തരത്തിലുള്ള കെമിസ്ട്രിയാണ് പഠിക്കാനുള്ളത്, ഇനോർഗാനിക് കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി ഫുള്ള് കാർബൺ കോമ്പൗണ്ട്സ് ആണ്, എന്നാൽ ഇനോർഗാനിക് കെമിസ്ട്രി കാർബൺ കോമ്പൗണ്ട്സ് അല്ലാത്ത കോമ്പൗണ്ട്സ് ആണ്. എക്സാമ്പിൾ മഗ്നീഷ്യം സൾഫേറ്റ്, അതുപോലുള്ള കാര്യങ്ങൾ, ലാക്സറ്റീവ്സ്, അൻറ്റാസിഡ്സ്, അതുപോലുള്ള ഇനോർഗാനിക് കോമ്പൗണ്ട്സ് വെച്ചിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇമ്പ്യൂരിറ്റീസ്, റാ മെറ്റീരിയൽസ്, ഫിസിയോളജിക്കൽ ബഫേഴ്സ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനോർഗാനിക് പഠിക്കാനുണ്ട്. ഇനോർഗാനിക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇനോർഗാനിക്കും അനാലിസിസും കുറച്ചൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. കാരണം ഓരോ കോമ്പൗണ്ടിന്റെ അസേ, ഇവിടെ ഒരു ഐഡോമെട്രി പഠിക്കാനുണ്ടെങ്കിൽ അനാലിസിസിലും ഐഡോമെട്രി പഠിക്കാനുണ്ട്. ഫിസിക്കൽ ഫോർമുല, അസേ, പ്രിപ്പറേഷൻ, അങ്ങനെ കോമൺ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. എല്ലാ കോമ്പൗണ്ടിലും ഈ കെമിക്കൽ ഫോർമുല, ഫിസിക്കൽ ഫോർമുല, പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കാൻ കാണും. അപ്പോൾ അതൊരു ചാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനോർഗാനിക്കിന് ഞാൻ റെഫറൻസ് ടെക്സ്റ്റ് ഒന്നും വെച്ച് പഠിച്ചിട്ടില്ല, നമുക്ക് നോട്ട് തരുമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ലൈബ്രറി പോയി നോക്കിയാൽ ഏതെങ്കിലും ഒരു സെം ടെക്സ്റ്റ് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അനാലിസിസ് ഞാൻ പറഞ്ഞില്ലേ, വോഗൽ എന്ന് പറയുന്ന ഒരു ഓഥർ ഉണ്ടെന്ന്, വോഗലിന്റെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ബുക്ക് കൂടെ ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. നോൺ യൂണിവേഴ്സിറ്റി ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ അത്ര നിസ്സാരമായിട്ട് അങ്ങ് തള്ളിക്കളയരുത്. കാരണം +1 +2 വരെ വളരെ ഇൻട്രോവേർട്ട് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇല്ലാതെ സ്റ്റേജ് ഫിയർ ഉള്ള ഒത്തിരി പേരുണ്ടായിരിക്കും. അതെല്ലാം ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ വെച്ചിട്ട് നിങ്ങൾ മാറ്റിയെടുക്കണം. നമ്മൾ പിന്നീട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായാലും ഒരു ക്ലാസ്സിൽ തന്നെ സെമിനാർ എടുക്കാനായാലും കുറച്ചെങ്കിലും കോൺഫിഡൻസോടെ നമ്മളൊരു സ്റ്റേജിൽ കയറി സംസാരിച്ചേ പറ്റൂ. നമ്മളിങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി നാടകം ചെയ്യുമായിരുന്നു, വന്ന് സംസാരിക്കും, ഒരുപാട് ആക്ടിവിറ്റീസ് ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ. പക്ഷേ നമുക്ക് തൊട്ട് ജൂനിയേഴ്സ് തൊട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രാക്ടിക്കൽ ഒരുപാട് സ്ട്രിക്റ്റ് ആക്കിയെന്ന് തോന്നുന്നു. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ടോപ്പിക്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ടെസ്റ്റ് പേപ്പർ ഒക്കെ പറയുമ്പോൾ പഠിക്കണം. ഈ ക്ലാസ് ടെസ്റ്റുകൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണരുത്. കാരണം ആ ഒരു തവണ നമ്മൾ പഠിച്ചാൽ പിന്നീട് ആ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നമുക്കൊരു ഫെമിലിയാരിറ്റി കാണും ആ ടോപ്പിക്കിനോട്. നമ്മൾ ഒരു ടോപ്പിക്ക് ആദ്യം പഠിക്കുന്ന സ്പീഡിനായിരിക്കില്ല രണ്ടാമത് പഠിക്കുന്നത്. ആദ്യം ഒരു ടോപ്പിക്ക് നമ്മൾ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുത്താലും നമ്മളെ തലയിലോട്ട് കയറാൻ പാടായിരിക്കും. പിന്നീട് അതൊരു 30 മിനിറ്റ് കൊണ്ട് മനസ്സിലാവും. പിന്നെ 15 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. റിപ്പീറ്റഡ് സ്റ്റഡി ആൻഡ് റിവിഷൻ ഈ ഒരു കോഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എല്ലാ ടോപ്പിക്കും മറന്നു പോകും. നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും ഞാൻ പെട്ടെന്ന് മറന്നു പോകുന്നു, ഒന്നും തലയിൽ നിൽക്കുന്നില്ല. യെസ്, അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെയാണ്. നിങ്ങൾ ടോപ്പ് സ്റ്റുഡൻസ് എടുത്ത് നോക്കിക്കോ, അങ്ങനെയാണ്. അതിന് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നേ പറ്റുള്ളൂ. പരീക്ഷയ്ക്ക് തലേന്ന് പഠിക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ദയവ് ചെയ്ത് മാറ്റണം. ഒബ്സഷൻ ഓൾവേസ് ബീറ്റ്സ് ടാലൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് എപ്പോൾ ഈ കോഴ്സ് മടുക്കുന്നു, പഠിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു, നിങ്ങൾ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് ഒന്ന് ഇറങ്ങിയിട്ട് ബിഗർ പിക്ചർ ഒന്ന് കണ്ടു നോക്കണം. എന്തിനാണ് നമ്മൾ ഈ കോഴ്സ് ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒത്തിരി പേര് ആവശ്യമുണ്ട്. കാരണം ഈ ലോകത്തിൻ്റെ തന്നെ ഹെൽത്ത് നമ്മുടെ കയ്യിലാണ്. നമ്മൾ ഓരോ അസുഖങ്ങളായിട്ട് ഇപ്പോൾ പുതിയ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം മെഡിസിൻ വേണം. ഓരോ മെഡിസിൻ്റെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തണം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു കമൻറ്റ് ഇടുക. അല്ലെങ്കിൽ എനിക്ക് 2 ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, അനാമിക മരുതറ ആൻഡ് ഫാർമക്കോഫിലിക്. ഇതിൽ ഏതിൽ മെസ്സേജ് അയച്ചാലും റിക്വസ്റ്റ് അയച്ചാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഡൗട്ട് ചോദിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച് വിചാരിക്കരുത്. കാരണം ഞാനൊക്കെ ഫാർമസി കോഴ്സ് എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കും എൻ്റെ കോളേജിൻ്റെ #ഹാഷ്ടാഗ് അടിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന എല്ലാ അക്കൗണ്ടിലും ഞാൻ മെസ്സേജ് അയക്കുമായിരുന്നു, ചേട്ടാ ചേച്ചി എങ്ങനെയുണ്ട് കോഴ്സ്, എങ്ങനെയുണ്ട് കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ഇത് വിചാരിക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം അതെൻ്റെ ചാനലിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇനി ഇതുപോലെ ഒത്തിരി വീഡിയോസ് ചെയ്യും, ഐ പ്രോമിസ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇനി നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കാണാം. ബൈ.